പ്രിയമുള്ളവരെ, ദേവാലയം കുടിലായതുകൊണ്ട് അത് ഇന്ന് കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ടാണോ, അതോ എൻ്റെ കുടിലുകൾ കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ടാണോ എൻ്റെ ദേവാലയത്തോട് ഞാൻ അകന്നുപോയത്? എൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളോട് ഞാൻ അല്പം അകലം പാലിക്കുന്നത് ദേവാലയത്തിൻ്റെ സൗകര്യം കൂടിയതുകൊണ്ടാണോ, അതോ എൻ്റെ സൗകര്യം കൂടിയതുകൊണ്ടാണോ? ശാന്തമായി ധ്യാനിക്കണം പ്രിയമുള്ളവരെ. ഈ താലന്ത് ലഭിച്ച ദാസനും അതുതന്നെയാണ് പറഞ്ഞത്. എൻ്റെ മടിയോ എൻ്റെ അലസതയോ എൻ്റെ ബുദ്ധിമുട്ടോ എൻ്റെ പ്രയാസങ്ങളോ ഒന്നുമല്ല യജമാനനെ നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് ഞാൻ കൊണ്ട് താലന്ത് കുഴിച്ചിട്ടു. അവിടെ യജമാനൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നെങ്കിൽ ആ താലന്തുകൾ കൊണ്ട് പലിശക്കെങ്കിലും ഇടാമായിരുന്നു, പൊന്മാണിഭോകാരെ നിനക്ക് ഏൽപ്പിക്കാമായിരുന്നു. അവർ അത് പലിശക്കിട്ട് എന്തെങ്കിലുമൊക്കെ നേട്ടം കണ്ടെത്തിയേമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മോടും പറയുന്നത് ഇങ്ങനെ നൽകപ്പെട്ട ആ അവസരത്തെ കൃത്യമായി വിനിയോഗിക്കുക.